ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ The Life of Nika. നമ്മൾ പതുക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ വ്ളോഗ് നമ്മുടെ ആദ്യത്തെ തുടക്കം ചെറിയ രീതിയിലാണ് പോകുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മളിപ്പോൾ നിൽക്കുന്നത് ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ എയർപോർട്ടിലെ ലോഞ്ചിലാണ്. രാവിലെ സമയം എത്ര മണി പെട്ടെന്ന് പറ? 3:40 ആയി. അപ്പോൾ 3:40 AM ആണേ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ട്രിവാൻഡ്രത്തുനിന്ന് ഡാലസിലോട്ട് ഫ്ലൈ ചെയ്യാണ്. എമിറേറ്റ്സിലാണ്. അപ്പം ട്രിവാൻഡ്രത്തുനിന്ന് ദുബായി ചെന്നിട്ട് ദുബായിൽ നിന്ന് ഡാലസിലോട്ടാണ് ഫ്ലൈറ്റ്. സൗണ്ടൊക്കെ പോയിരിക്കുന്നു, തൊണ്ടയൊക്കെ പോയി ആകെ പ്രശ്നമായിരിക്കുകയാണ്. അതുകൊണ്ട് ബാക്കി നിക്കോച്ചി പറയും. അപ്പം ഞങ്ങൾ രാവിലെ ഇച്ചിരി ഇഡ്ഡലി, നാന്, ചമ്മന്തി സംഭവങ്ങളൊക്കെ കഴിച്ച് ലോഞ്ചിൽ നിന്ന് പതുക്കെ ഫ്ലൈ ചെയ്ത് ദുബായിലോട്ട് പോകും. ദുബായിൽ നമുക്ക് 19 മണിക്കൂറും 19 മണിക്കൂർ 20 മിനിറ്റ് ലേ ഓവറുണ്ട്. ഒന്ന് ഇച്ചിരി കഴിച്ചിട്ട് പറയാമേ. അപ്പോൾ 19 മണിക്കൂർ 19 hours നമുക്ക് ദുബായിൽ എന്തെല്ലാം കാണിച്ച് തരാൻ പറ്റുമോ അതെല്ലാം ഞങ്ങൾ ട്രൈ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ട്രിവാൻഡ്രം ടു ദുബായ് ടു ഡാലസ് എങ്ങനെയായിരിക്കും എന്നുള്ളൊരു വ്ളോഗാണ് ഞങ്ങൾ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ പതുക്കെ ആയിട്ട് കാണിച്ചു തരാം എങ്ങനെ ഉണ്ടാകുന്നു. ഓക്കെ, ഇഡ്ഡലി കൊള്ളാം, നല്ല സോഫ്റ്റ് ഇഡ്ഡലി അല്ലേ? എങ്ങനെയുണ്ട്? ഓക്കെ, അപ്പോൾ ഗൈസ് സ്റ്റേ ട്യൂൺഡ് ആൻഡ് വാച്ച് എവറിത്തിങ്. ഓക്കെ, ഗൈസ് ഫ്ലൈറ്റിൽ വന്നിരുന്നു. അപ്പോൾ ട്രിവാൻഡ്രത്തുനിന്ന് ദുബായിലോട്ട് പോവുകയാണ്. ദുബായ്. അപ്പോൾ ഗൈസ് ഫ്ലൈറ്റിൽ കയറി ദുബായിലെത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. ലൈറ്റ് ഓഫ് ചെയ്തു. അപ്പോൾ ഹബീബി വെൽക്കം ടു ദുബായ്. അപ്പോൾ ഗൈസ് ദുബായിൽ വെച്ച് കാണാം. ഓക്കെ, ബൈ. Welcome to Dubai. കുറച്ച് അറബ് പറഞ്ഞതാണ് ഗൈസ്. അപ്പോൾ ദുബായ് എത്തിയിരിക്കുകയാണ്. ഞങ്ങളുടെ ഫ്ലൈറ്റ് ഇറങ്ങി ഇപ്പം എമിറേറ്റ്സ് കണക്ട് എന്ന് പറയുന്ന ഒരു കൗണ്ടറിൽ പോവുകയാണ്. അപ്പോൾ എമിഗ്രേഷൻ അത് കഴിഞ്ഞിട്ട് എമിറേറ്റ്സ് കണക്ട് എന്ന് പറയുന്ന ഒരു കൗണ്ടറിൽ പോകണം. അവിടെ ചെല്ലുമ്പോൾ അവർ നമുക്ക് അക്കോമഡേഷൻ കൂപ്പണും കാര്യങ്ങളൊക്കെ തരും. എന്തുകൊണ്ട് നമുക്ക് 19 hours ലേ ഓവർ ഉള്ളതുകൊണ്ട് ഇനിയിപ്പോൾ ഡാലസിൽ പോകാനായിട്ട് 19 hours കഴിഞ്ഞാലേ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ, അടുത്ത ഫ്ലൈറ്റ് ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം എമിറേറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. എമിറേറ്റ്സിൻ്റെ ഒറ്റ ടിക്കറ്റ് എടുക്കുമ്പോൾ അവർ നമുക്ക് വിസ ഓൺ അറൈവൽ, ഫുഡ്, അക്കോമഡേഷൻ എല്ലാം കൊണ്ട് ചേർത്തുള്ളൊരു കൂപ്പൺ തരും. അപ്പോൾ നേരെ എമിഗ്രേഷൻ കഴിഞ്ഞ് എമിറേറ്റ്സ് കണക്റ്റിൻ്റെ കൗണ്ടറിൽ ചെന്നിട്ട് ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം. ഓക്കെ, പീസ് ഔട്ട്. ഇപ്പോൾ വരാം. ഓക്കെ. ഗൈസ്, അപ്പോൾ നമ്മളിങ്ങനെ ബസ്സിൽ ഇരിക്കുകയാണ്. അവർ നേരെ എയർപോർട്ട് ഹോട്ടലിൽ കൊണ്ടുപോവാണ്. ആ ഹോട്ടലിൻ്റെ പേരെന്തായിരുന്നു? അൽ ഗുസ്താനോ അങ്ങനെ എന്തോ ആണ്. ഏത് ഗുസ്താനിലാണെന്നോ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇവിടെ ഇരുന്ന് എത്ര മിനിറ്റാണെന്ന് അറിയത്തില്ല. മിക്കവാറും എയർപോർട്ട് ഹോട്ടൽ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അടുത്തെങ്ങാനായിരിക്കും. അയ്യോ, അത് പറയാൻ വിട്ടുപോയി. രാവിലെ 8 മണി പൊള്ളുന്ന ചൂട് വെളിയിൽ.
ബാക്കി കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് കാണിച്ചു തരാം. ഞാൻ ജസ്റ്റ് ഒന്ന് ഈ വണ്ടിയിലിരുന്ന് കാണിക്കാൻ പറ്റുന്ന ഔട്ട്സൈഡ് ദുബായ് കാണിച്ചു തരാം. എത്രത്തോളം ശരിയാവുമെന്ന് അറിയത്തില്ല. ഓക്കെ, ഗായ്സ്, അങ്ങനെ ഹോട്ടലിൽ വന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിച്ചെങ്കാലും ഇച്ചിരി ഹോട്ടൽ ചെറുതായിട്ട്, നമ്മൾ കുറച്ചുകൂടെ നല്ല വലിയ ഹോട്ടൽ പ്രതീക്ഷിച്ചു. പക്ഷേ ഇനി കുഴപ്പമില്ല, ഫ്രീ ആയിട്ട് കിട്ടുന്ന ഹോട്ടലല്ലേ, ഇങ്ങനെയൊക്കെ മുതലാക്കാം. ഓക്കെ ഗൈസ്, ഫ്രീ ഫുഡ് എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. ഗൈസ്, അങ്ങനെ റൂമിലെത്തിയിരിക്കുകയാണ്. ഒരു ചെറിയൊരു റൂം ടൂർ. വന്ന് കയറി ചെറിയൊരു കൗച്ചൊക്കെ ഇട്ടേക്കുന്ന ഒരു ലിവിങ് ഏരിയ, ഡൈനിങ് ടേബിൾ, ചെറിയൊരു കിച്ചൺ, വലിയ വ്യൂ ഒന്നുമില്ല ഗൈസ്. ഇത് ബെഡ്റൂം. അത്യാവശ്യം കുഴപ്പമില്ല, ഇച്ചിരി വലിയ റൂമൊക്കെയാണ്. ബാത്റൂമും കൊള്ളാം അല്ലേ? ഓക്കെ ഗൈസ്, അപ്പോൾ ചെറിയൊരു റൂം ടൂറും കഴിഞ്ഞ് ഇനി അടുത്ത പരിപാടി പെട്ടെന്നൊന്ന് ഇച്ചിരി റെസ്റ്റ് എടുത്ത് ഫ്രഷായി കുളിച്ച് റെഡിയായിട്ട് വരാം. അല്ലേ നിക്കോച്ചി? ഓക്കെ ഗൈസ്, പോയിട്ട് ഒന്ന് ഫ്രഷായിട്ട് വരാം. ഹലോ ഗൈസ്, അങ്ങനെ റെഡി ആയിട്ട് വന്നിരിക്കുകയാണ്. നമ്മുടെ മുടി റിവീൽ ചെയ്തില്ലായിരുന്നല്ലേ? ഹെയർ കളർ ഞാൻ ഡാർക്കർ ആക്കി, ഞാൻ ലൈറ്ററും ആക്കി, ഐ സി സിൽവറും ആക്കി. അപ്പോൾ ഞങ്ങളുടെ മുടി ഇങ്ങനെ റിവീലും കൂടെ ചെയ്യാനായിട്ടാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ ഒരു പ്ലാൻ എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ ദുബായ് മോളിലും ബുർജ് ഖലീഫയിലും പോകാനുള്ളൊരു പ്ലാനാണ്. അപ്പോൾ ഇവിടുന്ന് വണ്ടിയെടുത്ത് അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ റെഡിയായി നല്ലൊരു ഡ്രസ്സൊക്കെ ഇട്ട് സെറ്റായി നിൽക്കുകയാണ്. ഔട്ട്ഫിറ്റ്സ് കാണിക്കാം, ഫുൾ ഔട്ട്ഫിറ്റ്. അത് കാണിക്കാം. നമ്മൾ ഇനി എന്താണ് അടുത്ത പരിപാടി? ദുബായ് ഫുള്ളും കറങ്ങണം. ഓക്കെ, ദുബായ് ഫുള്ളും കറങ്ങണം. നമ്മളെ കൊണ്ട് പറ്റുന്നത് 19 hours എന്തൊക്കെ. ഇപ്പോൾ 19 hours ഇപ്പോൾ ഓൾമോസ്റ്റ് 3-4 മണിക്കൂർ പോയി. ഇനി അടുത്ത കുറച്ച് കാര്യങ്ങളും കൂടെ കാണിച്ചു തരാം എങ്ങനെ ഉണ്ടായിരിക്കുമെന്ന്. അപ്പോൾ ഗൈസ്, നമ്മൾ പുറത്ത് വെച്ച് കാണാം. ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ ഓരോന്നായിട്ട് കാണിച്ചു തരാം. ഓക്കെ, ബൈ ഗൈസ്. അങ്ങനെ ദുബായ് മാളിൽ വന്നിറങ്ങിയിരിക്കുകയാണ്. ഒരു ഊബർ എടുത്ത് ദുബായ് മാളിൽ വന്നു. ദുബായ് മാളിലൂടെ കയറി ഞങ്ങൾ നേരെ ബുർജ് ഖലീഫ കാണാനുള്ള പരിപാടിയാണ്. അപ്പോൾ കാണിച്ചു തരാം എങ്ങനെയുണ്ട് എന്ന്, ദുബായ് ഒക്കെ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, പ്ലീസ്. Okay guys, this is inside the elevator to the top of the Burj Khalifa. It's 60 seconds and you go to which floor? 124. 124th floor. 124 floors in 60 seconds. അടുത്ത് നിൽക്കുന്നവരെ
ഗൈസ് അങ്ങനെ 124ാമത്തെ നിലയിലെത്തിയിരിക്കുകയാണ് ബുർജ് ഖലീഫയുടെ. ഭയങ്കര ചൂട്, പക്ഷേ വ്യൂ എന്ന് പറയുന്നത് ഒരു ഒന്നൊന്നര വ്യൂ ആണ്, ഒരു രക്ഷയില്ല. ഗായ്സ്, ബുർജ് ഖലീഫ ഒരു ഒന്നൊന്നര സംഭവമാണ്. ഈ കെട്ടിടങ്ങൾ, അമ്പരച്ചുംബികളായ കെട്ടിടങ്ങൾ കാണുമ്പോൾ സത്യം പറഞ്ഞു, അമ്പരച്ചുംബികൾ എന്ന് പറഞ്ഞാൽ അതോ നോക്ക്, ബിൽഡിങ്ങുകൾ കണ്ട ഇങ്ങനെ ഇങ്ങനെ അടുത്തടുത്ത് കുറേ ബിൽഡിങ്ങുകൾ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അതിന് അമ്പരച്ചുംബികളായ ബിൽഡിങ്ങുകൾ എന്ന് പറയും തന്നെ. അതൊരു വാക്കാണ് മലയാളത്തിന്. അമ്പരചുംബികളായ കെട്ടിടങ്ങൾ, അതിൻ്റെ ഇംഗ്ലീഷ് എന്താണെന്നൊന്ന് പറഞ്ഞു കൊടുക്കുക ഗൈസ്. 125ാമത്തെ നിലയെ കൊണ്ടുവന്നിട്ട് പറയണേ ഇനി സ്റ്റെപ്പ് ഇറങ്ങി പോകാനൊന്നും. എന്ത് ചെയ്യുമെന്ന് പറ. ഇതിനാണോ പൈസ മേടിച്ചത്? ഷോ ഗൈസ്, അങ്ങനെ ഇങ്ങനെ നടന്ന് പോവുകയാണ്. തൊട്ട് ബാക്കിൽ എന്താണെന്ന് കണ്ടോ? നമ്മുടെ സ്വന്തം ബുർജ് ഖലീഫ. എവിടെയാണ് ഈ വാട്ടർ ഫൗണ്ടെയിനും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പക്ഷെ ഭയങ്കര ചൂട്. സത്യം പറഞ്ഞാൽ ഇപ്പം വരേണ്ട ടൈം അല്ല. എന്നാലും നമ്മൾ 19 hours നമ്മൾ എന്തെങ്കിലും ചെയ്യണമല്ലോ ദുബായിൽ വന്നിട്ട്. അതുകൊണ്ട് നമ്മളിങ്ങനെ നടക്കാം. ബുർജ് ഖലീഫ നമ്മളിപ്പോൾ പബ്ലിക് എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലാണ്. പബ്ലിക് റെസ്റ്റോറൻറ്റ് ഈസ് നോൺ ഫോർ ബെസ്റ്റ് ടിരമസു കേക്ക് അല്ലേ? പിന്നെ മേടിച്ചു. പബ്ലിക് റെസ്റ്റോറൻറ്റിൻ്റെ വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. ഇത് വേണ്ട, പബ്ലിക് റെസ്റ്റോറൻറ്റിൻ്റെ തൊട്ട് ഫ്രണ്ടിലാണ് ബുർജ് ഖലീഫ വരുന്നത്. ഭയങ്കര വ്യൂ ആണ്. പക്ഷേ ഇത് വേറൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് മുകളിൽ ഇരുന്നാൽ ഔട്ട്സൈഡ് വ്യൂ എല്ലാം കാണാം. ഇപ്പം ചൂടായതുകൊണ്ട് സത്യം പറഞ്ഞാൽ വെളിയിൽ ഇരിക്കാതിരിക്കുന്നതാണ് നല്ലത്. ബുർജ് ഖലീഫയുടെ തൊട്ട് ഫ്രണ്ടിലുള്ള പബ്ലിക് റെസ്റ്റോറൻറ്റ്. എന്തൊക്കെ ഓർഡർ ചെയ്ത്? ഓക്കെ, അപ്പം ഞങ്ങളൊരു ചെറിയ ഒരു സ്നാക്സ് പോലെ രീതിയിൽ കഴിക്കാമെന്ന് വിചാരിക്കുന്ന കാര്യം. കുറച്ച് കഴിഞ്ഞിട്ട് നല്ല മെഡിറ്ററേനിയൻ ഫുഡൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം. അതുകൊണ്ട് പബ്ലിക് റെസ്റ്റോറൻറ്റിൽ നിന്നും ക്യാമറാമാൻ കയാമിനൊപ്പം നിക്കി ജെനി ജോയ്. അപ്പോൾ പിന്നെ കാണാം. ഗൈസ്, ഓർഡർ ചെയ്ത ഡ്രിങ്ക് വന്നിട്ടുണ്ട്. കാണാൻ നല്ല ലുക്കൊക്കെ ഉണ്ട്. കുടിച്ച് നോക്കിയിട്ട് പറയാം എങ്ങനെയുണ്ട്. ഗൈസ്, ഫുഡൊക്കെ വന്നു. നമ്മുടെ പിസ്സ, ഫ്രൈസ് ആൻഡ് ലെമനേഡ്. Reaction.
അങ്ങനെ ഗൈസ് തിരമസു വന്നിരിക്കുകയാണ്. കഴിക്കൂ കഴിക്കൂ കഴിക്കൂ. ഓക്കെ, സൂപ്പർ സാധനം. ഓ, അപ്പോൾ കഴിച്ചിട്ട് വരാം ഗൈസ്. ഗൈസ് നല്ല ചൂടുണ്ട് ഗൈസ്. എവിടെയാണ് ഇപ്പോൾ നമ്മൾ? ദുബായ് ഫ്രെയിമിലാണ് ഗൈസ്. ദുബായ് ഹബീബി കം ടു ദുബായ് എന്ന് പറയുന്നത് ഭയങ്കര ചൂട്. ഇപ്പം കാണിച്ചു തരാം ഇതെന്താണ് നമ്മുടെ ഫ്രണ്ടിലെന്ന്. ഗൈസ് ദുബായ് ഫ്രെയിമിൻ്റെ ഫ്രണ്ടിലാണ് ഞങ്ങളിപ്പോൾ. ഒരു സൈഡിൽ നിന്ന് കണ്ട പഴയ ദുബായും ഫ്രെയിമിന്റെ അപ്പുറത്തെ സൈഡ് കണ്ട പുതിയ ദുബായും. ഓ കൊള്ളാം. ചൂടെടുത്ത് മരിക്കുക ഇവിടെ ഗൈസ്, ചൂടെടുത്ത് മരിക്കുകയാണ് ഗൈസ്. എൻ്റെ അമ്മേ. ഗൈസ് അടുത്ത ഫുഡ് കടയിൽ വന്നു. ഒരു ലെബനീസ് ഫുഡ് ട്രൈ ചെയ്യാനാണ് പോകുന്നത്. വേറെ അൽ സഫാദി ലെബനീസ് മെഡിറ്ററേനിയൻ റെസ്റ്റോറൻറ്റ് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ നമ്മൾ മെനു ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ടും കൂടി വരാനുണ്ട്. ഫാമിലി ഫ്രണ്ട് അവരെയും അവരുടെ കുഞ്ഞുങ്ങളല്ല അവരിപ്പോൾ വലുതായി. ഞാൻ കൊച്ചിലേ കണ്ടതാണ്. അവരിപ്പോൾ വലുതായി കോളേജിൽ പഠിക്കുകയാണ്. അപ്പോൾ അവരെയും മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ ആണ് ഈ റെസ്റ്റോറൻറ്റ് സജസ്റ്റ് ചെയ്തത്, അൽ സഫാദി. അപ്പോൾ അവർ വന്നിട്ട് നമുക്ക് കാണാം. ഓക്കെ. ഗൈസ്, ഞങ്ങളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഷെയ്ഖ് സായിദ് റോഡിലൂടെയാണ്. ഞങ്ങളിതാ വരാൻ പോകുന്ന സ്ഥലം ദാ ഇവിടെയാണ്. കറങ്ങി യൂ ടേൺ എടുത്ത് വരണം അല്ലേ നിങ്ങളെ? അയ്യോ, ഗൈസ് എല്ലാവരും ഇങ്ങനെ ക്യൂ ആയിട്ട് നിൽക്കുകയാണ്. ആ മ്യൂസിയം കാണാനായിട്ട് എല്ലാവരും ഇങ്ങനെ തിരക്ക് കൂട്ടി നിൽക്കുകയാണ്. നമ്മളും തിരക്ക് കൂട്ടി നിൽക്കുകയാണ്. ഫ്യൂച്ചറിൽ വരുന്ന സൈക്കിളാണ് ബൈക്കാണ് എന്നാണ് അറിയത്തില്ല. പക്ഷേ ഇതാണ് വീലൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന കൊള്ളേ. സെഡ്രിക്, ഇതെന്താ സാധനം? ഓ, സെൽഫ് ഡ്രൈവിംഗ് കാർ. നമ്മളിപ്പോൾ ടുമോറോ ടുഡേ എന്ന് വെച്ചാൽ ഫ്യൂച്ചറിൽ എന്തൊക്കെ നടക്കുന്നെന്നുള്ള കാര്യങ്ങളിൽ മെയിനായിട്ടുള്ള വണ്ടിയുണ്ട്. ഓഡിയുടെ ഒരു വണ്ടി ഞാൻ കാണിച്ചത് എങ്ങനെയായിരിക്കും. ഓക്കെ ഗൈസ്,
ഫ്യൂച്ചറിൽ ഓഡി കാർ ഇതുപോലെ ഇരിക്കുമെന്നാണ് പറയുന്നത്. അമ്മോ ഒരു രക്ഷയില്ല. ഓ പൊളി. ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ഒരു ഓഡി കാറാണ് നമ്മളിപ്പോൾ കണ്ടത്. Cyberdog. ഒരു സംഭവം കാണിച്ചു തരാം. ഇനി ഫ്യൂച്ചറിൽ അങ്ങോട്ട് നമ്മുടെ കോഫിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് റോബോട്ടായിരിക്കും. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഗൈസ്, നമ്മൾ എന്തെങ്കിലും ഓർഡർ ചെയ്യുമ്പോഴത്തേക്ക് അത് തന്നെത്താനെ കപ്പെടുത്ത് ഏത് കോഫി വേണം, എസ്പ്രസ്സോ കാപ്പച്ചിനോ ഏത് വേണമെങ്കിലും എടുത്തുണ്ടാക്കി തരുമെന്നാണ് പറയുന്നത്. കാലം പോയപ്പോൾ ഓക്കെ.
ഉണ്ടായിരുന്നു? കൊള്ളായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. എങ്ങനെയുണ്ട്? സൂപ്പർ. ഹലോ ഗൈസ്, അങ്ങനെ തിരിച്ച് Back to the airport. എയർപോർട്ടിൽ തിരിച്ചെത്തി ഗൈസ്. അങ്ങനെ നമ്മുടെ 19 hours 20 minutes ലേ ഓവർ കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ എയർപോർട്ടിലെത്തി. തിരിച്ചു പോകാനായിട്ട് ഡാലസ് ഫ്ലൈറ്റിൽ കയറാൻ പോവുകയാണ്. എമിറേറ്റ്സ് ആണ് ഫ്ലൈറ്റ്. കയറി ഒരൊറ്റ ഉറക്കം ഉറങ്ങുക, രാവിലെ ആകുമ്പോഴത്തേക്ക് ഡാലസ് എത്തും. സൗണ്ടൊക്കെ പോയി. 16 മണിക്കൂറുണ്ട്. 16 മണിക്കൂർ ഫ്ലൈറ്റ് ഇരുന്ന് അങ്ങ് ഡാലസ് എത്തുക അല്ലേ നിക്കോജി? Back to boring routine life. അയ്യോ, അങ്ങനെ പറയാതാ. ഇനിയിപ്പം ചെന്ന് കഷ്ടപ്പെട്ട് പണിയെടുത്ത് ജോലി ചെയ്ത് അടുത്ത ട്രിപ്പിന് പോകണം അല്ലേ? അതെ ഗൈസ്, അങ്ങനെ നമ്മുടെ ഈ ഒരു 19 hours ലേ ഓവർ നമ്മളെ കൊണ്ട് കാണിക്കാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങൾ എടുത്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഈ കുറച്ച് കാര്യങ്ങളും കൂടെ കാണിച്ചു തരാം. മീൻസ് ഈ ഫ്ലൈറ്റ് കയറുന്നതും കിടന്നുറങ്ങുന്നതും ഡാലസിലെത്തുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ പോയിട്ട് കുറച്ച് കഴിഞ്ഞ് വരാം. അപ്പോൾ പിന്നെ വേറൊരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മൾ ഇവിടെ ദുബായിൽ വന്നപ്പോഴത്തേക്ക് നമ്മുടെ ബിബിൻ അങ്കിളും ഗിരിജ ആൻറ്റി ഫാമിലി, ബിബിൻ അങ്കിള്, ഗിരിജ ആൻറ്റി, അതുൽ, അച്ചു, നമുക്ക് വേണമെങ്കിൽ ഫോട്ടോ ഇവിടെ ഇടാം അല്ലേ? ഇവിടെ സൈഡിൽ അറിയാം, അത് പഠിക്കാം. ഫോട്ടോ ഇടാം. നമ്മൾ ആ ഫാമിലി ആയിട്ട് നമ്മൾ കറങ്ങിയ കുറച്ച് ഫോട്ടോസ് വേണമെങ്കിൽ നമ്മൾ ഇതിലിടാം. അവർ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. അവർ നമ്മളെ കുറച്ച് സ്ഥലങ്ങളെ കൊണ്ട് കാണിച്ചു. അവരുടെ വീട്ടിൽ പോയി കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് നല്ല അടിപൊളിയായിരുന്നു. സത്യം പറഞ്ഞാൽ ഞങ്ങൾ പണ്ട് വന്നപ്പോഴും അങ്കിളിൻ്റെ അവിടെ തങ്ങുകയൊക്കെ ആയിരുന്നു. എനിവേസ് അങ്കിളെ താങ്ക് യു സോ മച്ച്. നല്ലൊരു പരിപാടിയായിരുന്നു ഗായ്സ്. അങ്ങനെ നമ്മളിപ്പോൾ ഡാലസ് ഫോർട്ട് വർത്ത് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കയറി ഒരൊറ്റ ഉറക്കം എഴുന്നേറ്റപ്പോൾ ഇവിടെ എത്തുകയും ചെയ്തു. ഓക്കെ ഗൈസ്, അപ്പോൾ ബൈ. Welcome home. വെൽക്കം ടു ഡാലസ്.